ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി എണ്ണ കാച്ചാട്ടോ. ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. എന്താ കഞ്ഞുണ്ണി എടുത്തിട്ടുണ്ട്, അതുപോലെ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്, കനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. ഞങ്ങളവിടെ തന്നെ കനിക്കൂർക്ക എന്നാണ് പറയുക, ചിലർക്ക് ഇതിനെ പനിക്കൂർക്ക എന്നാണ് പറയുക. ആര്യവേപ്പുണ്ട്, ദന്തപാലുണ്ട്. ദന്തപാല ചൊറിച്ചിലിന് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല കേട്ടോ. അതുപോലെ നീലമരി, വേപ്പിൻ്റെ ഇല, ചെമ്പരത്തിപ്പൂ, ഉലുവ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കരിഞ്ചീരകമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മിക്സിയിൽ ജാർക്കിയിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് അരിപ്പ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ചാറൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ കരിഞ്ചീരകവും ഉലുവയും ചെറിയ ജീരകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് നല്ല അതിൻ്റെ ഒരു പതപ്പൊക്കെ മാറി വരുമ്പോൾ ഇത് വാങ്ങി വയ്ക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കണം, അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി എടുക്കാം. ഹെയർ ഗ്രോത്തിനും താരനും അതുപോലെ തലയിലുള്ള ചൊറിച്ചിലിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എണ്ണ കേട്ടോ അത്. വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ. എണ്ണ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അരിപ്പ ഉപയോഗിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണേ. എന്നിട്ടോ നമ്മൾ എണ്ണ അവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് 1/2 കിലോ എണ്ണ കേട്ടോ. 1/2 കിലോ ഞാൻ വീട്ടിൽ വെച്ചിരിക്കുകയാണ്, അവിടെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ ഉപയോഗിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോ വരെ.